ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വിഷുവിനുള്ള കണിക്കുള്ള സാധനങ്ങളും പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മളൊന്ന് പറവൂർ വരെ പോവാണ്. സോ ഞാൻ വിചാരിച്ചു നമുക്കൊരു വിഷു വ്ളോഗായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗോ. സോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഒരു പടക്കക്കടയിലേക്ക് പോകണതാണ്. പടക്കങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകണതാണ്. ഭയങ്കര തിരക്കാണ്. ഇതേ നോക്കി, ഒരു കാട് പോലത്തെ സ്ഥലമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തുനിന്നും വന്ന് വാങ്ങിക്കുന്നുണ്ട്. ഇത്രയും ജനങ്ങളുണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് നിക്കിവിയും മകളും കൂടെ അതേ മുമ്പിട്ട് പോകുന്നുണ്ട്. ഞാനിപ്പോൾ വീഡിയോ വ്ളോഗൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ലാഗ് അടിച്ച് നിൽക്കുവാണ്. നമുക്കിനി കടയിലേക്ക് പോവാം. പിന്നെ അടുത്തത് നമുക്ക് കണിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഒരു ഷോപ്പിലേക്ക് കയറിയേക്കണേണ്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാം. ഓക്കെ, അങ്ങനെ നമ്മളൊരു പാത്രക്കടയിലേക്ക് കയറിയേക്കണേ. അവിടെ അത്യാവശ്യം നമുക്ക് കണിക്കൊരുക്കേണ്ട സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതേ കണിക്കൊന്നയൊക്കെ കണ്ടാൽ നല്ല രസമായിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കണ്ടായിരുന്നു. ഞാൻ നിക്കിനെ കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം കട കണ്ടപ്പോൾ ഇത്രയും അവൈലബിൾ ആയിരിക്കുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഉള്ളിലേക്ക് നല്ല അത്യാവശ്യം നല്ല ക്രൗഡും ഉണ്ടായിരുന്നു. അത്യാവശ്യം നമുക്ക് കണിക്കൊരുക്കേണ്ട സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതേ ഇതൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അത് മറ്റേ ഏതാണ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം. അത് മറ്റേ നമുക്ക് ആർട്ടിഫിഷ്യൽ വാങ്ങിക്കണ്ട, മറ്റേത് വാങ്ങിക്കാം. ഇതൊക്കെ വീട്ടിലുണ്ടല്ലോ. ഈ സാധനമൊക്കെ ഇരിക്കണ്ടല്ലോ. അതിവിടെ ഉണ്ടാവും. ഒരാൾ വലിയ കാര്യത്തിന് ഓടിപ്പോണ്ടേ. അയാൾക്ക് കൃഷ്ണനെ കണ്ടിട്ട് കൃഷ്ണനെ വേണമെന്നുള്ള വാശിയിൽ കൃഷ്ണനെ കെട്ടിപ്പിടിച്ചിരിക്കണമായിരുന്നു. ഒടുവിൽ അതൊക്കെ പറഞ്ഞ് ആളെ അങ്ങോട്ട് കൂളാക്കിക്കൊണ്ട് വന്നു. അപ്പോഴാണ് അവിടെ വേറൊരു കൃഷ്ണൻ നിൽക്കണം. അപ്പോൾ ആൾ അങ്ങോട്ട് നോക്കിയിരിക്കണമായിരുന്നു. ആ തമ്പോ 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 ഇവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞ് പിന്നീട് പോയത് നമുക്ക് പൂക്കടയിലേക്കായിരുന്നു. നമുക്ക് അത്യാവശ്യം അന്ന് അമ്പലത്തിൽ പോകുമ്പോൾ ഇടാനും പിന്നെ അതുകൂടാണ്ട് നമുക്ക് കണിയിൽ വെക്കാനുള്ള പൂക്കളെല്ലാം ഞങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. നല്ല തിരക്കായിരുന്നു. എങ്കിലും നമ്മൾ വാങ്ങിച്ചിട്ടാണ് പോയത്. കുറേ നേരം പോയി നിൽക്കേണ്ടി വന്നു. എങ്കിലും നമുക്ക് സാധനം കിട്ടിയത് അതിൻ്റെ സമയം ഇത്രയായിട്ടാണ്. അങ്ങനെ പിന്നെ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മൾ കണിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കടയിലേക്ക് വന്നൊരു ഷോപ്പിൽ കയറിയേക്കാനാണ്. ഇനി ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വിഷുവിൻ്റെ പർച്ചേസൊക്കെ അത്യാവശ്യം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഗ്രീൻ മാർക്കറ്റോ
അത് കാണിക്കണക്കാക്കി വെച്ചേക്കണം. നമ്മുടെ കണിയുടെ സാധനങ്ങളൊക്കെ എല്ലാം സെറ്റായി ഇപ്പൊ സെറ്റ് ചെയ്യാനില്ല, നമ്മളെല്ലാം അടുപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. സെറ്റ് ചെയ്യണ വീഡിയോ ഞാൻ വേറെ ഞാൻ കാണിച്ചു തരാം. പടക്കങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ കത്തിക്കാൻ വൈകാണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. മതിയടോ. മാറി ഓ ഒരെണ്ണം കത്തി. സോ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 3 മണിയായി. അപ്പം ഞാൻ കണിയൊക്കെ ഇപ്പോൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫസ്റ്റിലെ നമുക്ക് നിക്കി വീനെ കാണിച്ചിട്ട് അവനെ കൊണ്ടുവന്ന് കിടത്താന്നിട്ട് ബാക്കിയുള്ളവരെ വിളിക്കാം. ഇതാണ് നമ്മുടെ കണി കേട്ടോ. നമ്മൾ നൈറ്റ് ഞാനും അഖിലും കൂടെ സെറ്റ് ചെയ്തതാണ് ഈ കണി. ഇനിയിപ്പോൾ നമുക്ക് അവരെയൊക്കെ കാണിക്കാം. ഓക്കെ, സോ ഗൈസ്, ഇതിപ്പോൾ ഞങ്ങൾ കാലത്തെ വിഷുവിൻ്റെ അന്ന് കാലത്ത് അമ്പലത്തിലൊക്കെ പോയി വന്ന് പിന്നെ എല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുത്ത കൂട്ടത്തിൽ ഞാനൊരു വീഡിയോ എടുത്തതാണ്, കവർ ചെയ്തതാണ്. നമുക്ക് വേറെ ഫോട്ടോസൊന്നും എടുക്കാൻ സമയം കിട്ടിയില്ല. ആ നൈറ്റിലെ എല്ലാവരെയും കണി കൊടുക്കണമൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാൽ പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. സോ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിഷുവിൻ്റെ വിശേഷങ്ങൾ. സോ ഗൈസ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിൻ്റെ ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.